രാജ്യത്തെ കപ്പൽ നിർമ്മാണ വ്യവസായം ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ ഒരു സമഗ്ര പദ്ധതി ഇത്തവണത്തെ ബജറ്റിൽ ഉൾപ്പെടുത്തുകയുണ്ടായി. ആഗോള സമുദ്ര രംഗത്ത് ഇന്ത്യക്ക് സുപ്രധാന സ്ഥാനം നേടിയെടുക്കണമെന്ന ലക്ഷ്യത്തോടെ ഗണ്യമായ സാമ്പത്തിക വിഹിതം, നയപരിഷ്കാരങ്ങൾ, അന്താരാഷ്ട്ര സഹകരണങ്ങൾ തുടങ്ങി ബഹുമുഖ സമീപനമാണ് ഈ സമഗ്ര പദ്ധതി ഉൾക്കൊള്ളുന്നത്. അതിലെ അടിസ്ഥാന പദ്ധതി എന്ന് പറയുന്നത് 25,000 കോടി രൂപ മൂലധന നിക്ഷേപം ആവശ്യമായ ഒരു മാരിടൈം ഡെവലപ്മെന്റ് ഫണ്ട് അഥവാ MDF ഒരുക്കുക എന്നതാണ്. ഈ ഫണ്ടിന്റെ 49% തുക സർക്കാർ നൽകും. ബാക്കി തുക രാജ്യത്തെ തുറമുഖങ്ങളിൽ നിന്നും സ്വകാര്യ നിക്ഷേപകരിൽ നിന്നുമാണ് പ്രതീക്ഷിക്കുന്നത്. കപ്പൽ നിർമ്മാണം, അറ്റകുറ്റപ്പണി തുടങ്ങിയ മേഖലകൾക്ക് ദീർഘകാല സാമ്പത്തിക സഹായം നൽകുന്നതിനും സുസ്ഥിരമായ മൂലധന ആവശ്യകത പരിഹരിക്കുന്നതിനുമായാണ് MDF രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇതുകൂടാതെ ഇന്ത്യൻ യാർഡുകളിൽ കപ്പൽ തകർക്കുന്നതിനുള്ള ക്രെഡിറ്റ് നോട്ടുകൾ ഉൾപ്പെടെയുള്ള ചെലവ് പരിഹരിക്കുന്നതിനായി കപ്പൽ നിർമ്മാണ സാമ്പത്തിക സഹായ നയം പുതുക്കാനും ലക്ഷ്യമിടുന്നുണ്ട്. ഒരു നിശ്ചിത വലിപ്പത്തിന് മുകളിലുള്ള വലിയ കപ്പലുകളെ അടിസ്ഥാന സൗകര്യ ആസ്തികളായി തരംതിരിക്കുന്നതിനും അങ്ങനെ അവയ്ക്ക് ധനസഹായം എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിനും നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിനും ഇത്തവണത്തെ ബജറ്റിൽ നിർദ്ദേശമുണ്ട്. കൂടാതെ ഉൽപാദനശേഷിയും സാങ്കേതിക വികസനവും വർദ്ധിപ്പിക്കുന്നതിനായി ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, ഒഡീഷ എന്നിവിടങ്ങളിൽ കപ്പൽ നിർമ്മാണ ക്ലസ്റ്ററുകൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനും കേന്ദ്ര സർക്കാർ പദ്ധതിയിടുന്നുണ്ട്. ഇവയ്ക്കൊപ്പം ഒട്ടനേകം നികുതി ആനുകൂല്യങ്ങളും ഇതുവരെ പുലർത്തിപ്പോന്നിരുന്ന നിയന്ത്രണങ്ങളുടെ ലളിതവൽക്കരണവും സർക്കാർ നടപ്പാക്കാൻ പദ്ധതിയിട്ടിട്ടുണ്ട്. കപ്പൽ നിർമ്മാണത്തിന് 10 വർഷത്തേക്ക് നിശ്ചിത നിരക്കിലുള്ള സബ്സിഡി നൽകാനും കപ്പൽ നിർമ്മാണത്തിനായുള്ള അസംസ്കൃത വസ്തുക്കൾ, ഘടകങ്ങൾ, ഭാഗങ്ങൾ എന്നിവയ്ക്കുള്ള അടിസ്ഥാന കസ്റ്റംസ് തീരുവയിൽ ഇളവനുവദിക്കുന്ന പദ്ധതി 10 വർഷത്തേക്ക് കൂടി നീട്ടാനും തീരുമാനിച്ചിട്ടുണ്ട്. കപ്പൽ നിർമ്മാണ വ്യവസായത്തെ ആധുനികവൽക്കരിക്കുന്നതിനായി സർക്കാർ ഒന്നിലധികം ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യ സംരംഭങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇവയിൽ PM ഗതിശക്തി സംരംഭം പൊതു സ്വകാര്യ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിന് ഏറെ സഹായകമായി തീരും. സമുദ്ര വ്യവസായത്തിലെ അറിവ് പങ്കിടുന്നതിനായി ഒരു ദേശീയ ഡിജിറ്റൽ ശേഖരം സ്ഥാപിക്കുന്നതും സർക്കാരിന്റെ പരിഗണനയിലുണ്ട്. കൂടാതെ വ്യാപാര സൗകര്യത്തിനുള്ള ഏകീകൃത പ്ലാറ്റ്ഫോമായി പ്രവർത്തിക്കുന്നതിന് ഭാരത് ട്രേഡ് നെറ്റിന് കീഴിൽ ഒരു ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ സംരംഭം ആരംഭിക്കാനും രാജ്യം ലക്ഷ്യമിടുന്നുണ്ട്. കപ്പൽ നിർമ്മാണ രംഗത്ത് ആഗോളതലത്തിൽ മികച്ച രീതികളും സാങ്കേതിക വിദ്യകളും സമന്വയിപ്പിക്കുന്നതിന് ഇന്ത്യ അന്താരാഷ്ട്ര സഹകരണങ്ങൾ സജീവമായി തേടിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ്, ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് എന്നിവയുൾപ്പെടെയുള്ള ഇന്ത്യൻ ഷിപ്പ്യാർഡുകളുമായി സാധ്യതയുള്ള പങ്കാളിത്തങ്ങൾ പര്യവേക്ഷണം ചെയ്യുന്നതിനായി ദക്ഷിണ കൊറിയയിലെ ഹാൻവ ഓഷ്യൻ കമ്പനി ലിമിറ്റഡിൽ നിന്നുള്ള ഒരു ഉന്നതതല പ്രതിനിധി സംഘം അടുത്തിടെ ഇന്ത്യ സന്ദർശിക്കുകയുണ്ടായി. പങ്കാളിത്തം തേടി മറ്റു രാജ്യങ്ങൾ ഇന്ത്യയിലേക്ക് എത്തുന്നത് പോലെ തന്നെ ഇന്ത്യ ഈ രംഗത്തെ മുൻനിര രാജ്യങ്ങൾ സന്ദർശിച്ച് പഠനം നടത്തുകയും ചെയ്തു വരുന്നുണ്ട്. അടുത്തിടെ ജപ്പാനിലെ മുൻനിര കപ്പൽശാലകൾ സന്ദർശിച്ച് അവിടുത്തെ പ്രവർത്തനക്ഷമതയും സാങ്കേതിക പുരോഗതിയും ഇന്ത്യൻ പ്രതിനിധികൾ നേരിട്ട് മനസ്സിലാക്കുകയുണ്ടായി എന്നത് അതിന് ഉത്തമ ഉദാഹരണമാണ്. കപ്പൽ നിർമ്മാണ രംഗത്ത് മുന്നേറ്റം നടത്താൻ ഇന്ത്യ ആഗ്രഹിക്കുമ്പോഴും ആ രംഗത്ത് നിരവധി ആഗോള വെല്ലുവിളികൾ നിലനിൽക്കുന്നുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. കാരണം COVID-19 മഹാമാരിയും ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളും ആഗോള വിതരണ ശൃംഖലയിലെ ദുർബലതകളെയാണ് തുറന്നുകാട്ടിയത്. എഞ്ചിനുകൾ, നാവിഗേഷൻ സംവിധാനങ്ങൾ, പ്രത്യേക സ്റ്റീൽ തുടങ്ങിയ നിർണായക ഘടകങ്ങൾ വാങ്ങുന്നതിലെ കാലതാമസം കപ്പൽ നിർമ്മാണ സമയക്രമത്തെയും ബാധിച്ചിട്ടുണ്ട്. ഉൽപാദനം പ്രാദേശികവൽക്കരിക്കുന്നത് തുടരുന്നതിലൂടെയും നിർണായക ഇറക്കുമതികൾക്കായി ബദൽ സ്രോതസ്സുകൾ സുരക്ഷിതമാക്കുന്നതിലൂടെയും ഇന്ത്യ ആഭ്യന്തര വിതരണ ശൃംഖലയുടെ പ്രതിരോധശേഷി ശക്തിപ്പെടുത്തേണ്ടതായുണ്ട്. അതുപോലെ തന്നെ കാർബൺ ഉദ്വമനം കുറയ്ക്കുന്നതിനുള്ള ലക്ഷ്യങ്ങൾ ഉൾപ്പെടെ കർശനമായ പാരിസ്ഥിതിക നിയന്ത്രണങ്ങൾ അന്താരാഷ്ട്ര മാരിടൈം ഓർഗനൈസേഷൻ നടപ്പാക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. LNGയിൽ പ്രവർത്തിക്കുന്ന കപ്പലുകൾ, ഹൈഡ്രജൻ ഇന്ധന സെല്ലുകൾ, ഇലക്ട്രിക് പ്രൊപ്പൽഷൻ തുടങ്ങിയ ഹരിത കപ്പൽ നിർമ്മാണ സാങ്കേതിക വിദ്യകളിൽ നിക്ഷേപം നടത്തേണ്ടത് ഇന്ന് ഏറെ അനിവാര്യമായി തീർന്നിരിക്കുകയാണ്. അതിനാൽ തന്നെ ഇത്തരം മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ആഗോളതലത്തിൽ മത്സരക്ഷമത നിലനിർത്താൻ ഇന്ത്യൻ കപ്പൽശാലകൾ നവീകരിക്കേണ്ടതായുണ്ട്.
മറ്റൊരു വെല്ലുവിളിയാണ് ആഗോളതലത്തിൽ മുൻനിര സ്ഥാനത്തുള്ള കപ്പൽ നിർമ്മാണ കേന്ദ്രങ്ങളിൽ നിന്നുള്ള മത്സരം. ചൈന, ദക്ഷിണ കൊറിയ, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾ ആഗോള കപ്പൽ നിർമ്മാണ വിപണിയിൽ ആധിപത്യം പുലർത്തുന്നു. അവരുടെ പതിറ്റാണ്ടുകളുടെ അനുഭവം, വലിയ തോതിലുള്ള സമ്പദ് വ്യവസ്ഥ, അതത് രാജ്യങ്ങൾ ഈ മേഖലകൾക്കായി ഒരുക്കിയിരിക്കുന്ന സബ്സിഡികൾ എന്നിവ അവിടുത്തെ കപ്പൽ നിർമ്മാണ രംഗത്തെ ആഗോളതലത്തിൽ പ്രമുഖ സ്ഥാനത്ത് നിർത്തുന്നു. അതിനാൽ തന്നെ കപ്പൽ നിർമ്മാണ വ്യവസായത്തിന് നയപരമായ പിന്തുണ, വൈദഗ്ധ്യമുള്ള തൊഴിൽ ശക്തി വികസനം, മെച്ചപ്പെട്ട വ്യാവസായിക കാര്യക്ഷമത എന്നിവയിലൂടെ ഇന്ത്യ മത്സരശേഷി വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. കപ്പൽ നിർമ്മാണ രംഗം അഭിമുഖീകരിക്കുന്ന മറ്റൊരു പ്രധാന വെല്ലുവിളിയാണ് അസംസ്കൃത വസ്തുക്കളുടെ വിലയിലെ വർധനവ്. ഉരുക്ക്, അലുമിനിയം, മറ്റ് അവശ്യ വസ്തുക്കൾ എന്നിവയുടെ വിലയിലെ ചാഞ്ചാട്ടം കപ്പൽ നിർമ്മാണ ചെലവുകളെ നേരിട്ട് ബാധിക്കുന്നു. ദീർഘകാല സംഭരണ കരാറുകൾ സ്ഥാപിക്കുന്നതും കപ്പൽ നിർമ്മാണ വസ്തുക്കളുടെ ആഭ്യന്തര ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുന്നതും ചെലവിലെ ഏറ്റക്കുറച്ചിലുകൾ ലഘൂകരിക്കാൻ ഉപകരിക്കും. അതുപോലെ തന്നെ നൂതന കപ്പൽ നിർമ്മാണത്തിന് നാവിക വാസ്തുവിദ്യ, മറൈൻ എഞ്ചിനീയറിംഗ്, ഓട്ടോമേഷൻ എന്നിവയിൽ ഉയർന്ന വൈദഗ്ധ്യമുള്ള കഴിവുകൾ ഉള്ളവരെ ആവശ്യമാണ്. ഈ രംഗത്തെ വിദ്യാഭ്യാസം, ആഗോള കപ്പൽശാലകളുമായുള്ള പരിശീലന പങ്കാളിത്തം, നൈപുണ്യ വികസന പരിപാടികൾ എന്നിവയിൽ നിക്ഷേപിക്കുന്നതിലൂടെ വിദഗ്ധ്യമുള്ള പ്രൊഫഷണലുകളുടെ സ്ഥിരമായ ലഭ്യത ഉറപ്പാക്കുന്നതിന് ഏറെ സഹായകമായി തീരും. ഇങ്ങനെ ആഗോളതലത്തിൽ നിലനിൽക്കുന്ന വിവിധ വെല്ലുവിളികളെ മറികടക്കാനായ ഇന്ത്യക്ക് മുൻനിര സ്ഥാനത്തേക്ക് എത്താൻ സാധിക്കും. സാമ്പത്തികമായി ശക്തമായ ഒരു കപ്പൽ നിർമ്മാണ വ്യവസായത്തിന് ഗണ്യമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും അനുബന്ധ വ്യവസായങ്ങളെ ഉത്തേജിപ്പിക്കാനും രാജ്യത്തിന്റെ GDP-യിലേക്ക് സംഭാവന നൽകാനും സാധിക്കും. തന്ത്രപരമായി ആഭ്യന്തര കപ്പൽ നിർമ്മാണ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നത് ദേശീയ സുരക്ഷയ്ക്കും അത്യന്താപേക്ഷിതമാണ്. രാജ്യത്തിന്റെ സമുദ്ര പ്രതിരോധ ആവശ്യകതകൾ തദ്ദേശീയമായി നിറവേറ്റുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ അത് ഉപകരിക്കും. വാർത്തയുടെ നിറം തേടി തനിനിറം.